മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരബ കപ്പിൽ നടന്ന ആർസണൽ ന്യൂകാസിൽ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സെമി ഫൈനലിന്റെ ആദ്യത്തെ ലെഗിൽ 2-0 പരാജയപ്പെട്ടു. സെന്റ് ജെയിംസ് പാർക്കിൽ വെച്ചിട്ട് രണ്ടാമത്തെ സെമി ഫൈനൽ ലെഗിൽ 2-0 മറ്റൊരു പരാജയമാണ് ആർസണലിനെ കാത്തിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ സെമി ഫൈനൽ കഴിഞ്ഞപ്പോഴേ നമുക്കറിയായിരുന്നു ന്യൂകാസിൽ എങ്ങനെയായിരിക്കും ഇന്ന് സെറ്റപ്പ് ചെയ്യാൻ പോവുക. എഡി ഹാവോ സ്പോട്ട് ഓൺ ഡിഫെൻസീവ് കൗണ്ടർ അറ്റാക്കിംഗ് എന്ന രീതിയിൽ ടീമിനെ സെറ്റ് ചെയ്തു. വളരെ കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ന്യൂകാസിൽ ടീമിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇവിടെ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 69% പൊസിഷൻ ആർസണലിന്റെ കയ്യിലായിരുന്നു. പക്ഷേ ഈ പൊസിഷൻ വെച്ചിട്ട് കാര്യമായിട്ടൊന്നും ആർസണലിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയണം. കുറച്ച് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ ആർസണലിന് കഴിയാതെ പോയി. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഡിഫെൻഡിങ് സ്ട്രക്ചർ തന്നെയാണ്. വളരെ ഫിസിക്കലായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടീമാണ് ന്യൂകാസിൽ. അത് അവസാന നിമിഷം വരെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോ ഇസാക്കിന്റെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ 2-3 സീസണായിട്ട് ഇസാക്ക് എന്ന സ്ട്രൈക്കറുടെ ഒരു കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പുള്ളിയുടെ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർഫുൾ, വളരെ കൃത്യതയാർന്ന ഷോട്ടുകളാണ്. ഇപ്പൊ പുറത്തേക്ക് പോകുന്ന ഷോട്ടുകൾ നോക്കിയാൽ പോലും ആ ഒരു പവർ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇന്ന് 3-ാം മിനിറ്റിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചാൻസ് പുള്ളി ക്രിയേറ്റ് ചെയ്തു. 1-on-1 സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇസാക്കിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ കോൺഫിഡൻസ് ആണ്. പുള്ളി സ്കോർ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡ് കാരണം വാർ ഇന്റർവ്യൂ ചെയ്ത് റിവേർട്ട് ചെയ്തു. ഇല്ലെങ്കിൽ ഒരു കിടിലം ഗോള് കളിയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ ന്യൂകാസിന് ചാൻസ് ഉണ്ടായിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ടത് ആർസണലിൽ കിട്ടിയിട്ടുള്ള 2 കിടിലൻ ചാൻസുകളാണ്. ഒരു ചാൻസ് മാർട്ടിനലി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ഒരു ചെറിയ ഡിഫ്ലക്ഷനോടെ ഓഡിഗാർഡിന്റെ കാലിലേക്ക് എത്തി. അതിനു മുമ്പും ഓഡിഗാർഡിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ 2 ചാൻസുകളും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓഡിഗാർഡിന്റെ ഫസ്റ്റ് ഹാഫിലുള്ള സെക്കൻഡ് ചാൻസ് ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു. ഞാൻ ഉറപ്പായിട്ടും ഗോളായി എന്ന് വിചാരിച്ചിരുന്ന ഒരു ചാൻസ് ആയിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. പിന്നീട് ഹാവർട്സിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു, ട്രൊസാർഡിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ ആർസണലിൽ കഴിയാതെ പോവുകയും ചെയ്തു. ഇന്ന് 2-3 പ്ലേയേഴ്സിനെ എടുത്തു പറയേണ്ടത്, ഒന്ന് ആന്റണി ഗോർഡൻ, ട്രിപ്പിയർ, മർഫി. ഇവരൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ന്യൂകാസിലെ ടീമിന് കൊടുത്തിട്ടുള്ളത്. അധികം വൈകാതെ ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി ഇസാക്കിന് കിട്ടുന്നു. 18 യാർഡ് ബോക്സിലേക്ക് കയറി വന്നിട്ട് പുള്ളി ഒരു ഷോട്ട് എടുക്കുന്നു. അതിന്റെ പവർ കൊണ്ട് തന്നെ രായക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പോസ്റ്റിന്റെ ഫ്രെയിം തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് ഈ ബോള് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. മർഫി റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, പുള്ളി അത് കൺവേർട്ട് ചെയ്യുന്നു. വളരെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആയിരുന്നു. ആ ആംഗിളിലൂടെ ഷോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് 1-0 ലീഡിലേക്ക് ന്യൂകാസിൽ എത്തുകയാണ്. അതോടുകൂടി കളി ഏകദേശം കയ്യിൽ നിന്ന് പോയി എന്ന് പറയേണ്ടി വരും. സെന്റ് ജെയിംസ് പാർക്കിലെ അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ തന്നെ ന്യൂകാസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആർസണല് ഹൈലൈനാണ് കളിക്കുന്നത്. ഡിഫൻസ് വളരെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡോടെ ന്യൂകാസിൽ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നതോടെ 3-4 ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ ആർസണൽ സൈഡിൽ നിന്ന് വന്നു. ആ സമയത്ത് തന്നെ വാർണിംഗ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പ്രശ്നമാണ്, ന്യൂകാസിൽ ഇനിയും സ്കോർ ചെയ്യുന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആർസണൽ അഗ്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് 3 ഗോളിന് പിറകിലാണ്. അപ്പോൾ അറ്റാക്ക് ചെയ്യാതെ വേറെ വഴിയില്ല. ഈ സമയത്താണ് 1-2 ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ നമ്മൾ കാണുന്നത്. ആദ്യത്തെ മിസ്റ്റേക്ക് വന്നത് സലീബയുടെ സൈഡിൽ നിന്നാണ്. സലീബ ഡിഫൻസിൽ നിന്ന് ഒരു ടച്ച് എടുത്തിട്ട് ബോൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ആന്റണി ഗോർഡന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷേ ആ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയി. ഒരു ഓപ്പൺ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അത് കൺവേർട്ട് ചെയ്യാൻ ഗോർഡന് കഴിഞ്ഞിട്ടില്ല. വിത്തിൻ നോ ടൈം മറ്റൊരു ചാൻസ് ഗോർഡനെ തേടി എത്തി. ഇവിടെയും ഹൈലൈൻ പ്രസ്സിങ്, ഡെക്ലൻ റൈസിനെ പ്രസ് ചെയ്യുന്ന ഡിഫൻഡറെ നമ്മൾ കണ്ടു. പുള്ളി വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് ബോൾ മിസ് ചെയ്യുന്നു. ഗോർഡൻ കൃത്യമായിട്ട് ആ ഷോട്ട് പോസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ലീഡ് 2-0 എന്ന നിലയിലേക്ക് പോവുകയും ചെയ്തു. അതോടുകൂടി നമുക്കറിയാം അഗ്രിഗേറ്റിൽ 4-0 ലീഡിലേക്ക് ന്യൂകാസിൽ എത്തി. പിന്നീട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ന്യൂകാസിൽ
കളി കൺട്രോൾ ചെയ്തു. പൊസിഷൻ ഇല്ലാതെ തന്നെ വളരെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ന്യൂകാസിലിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. 1-2 ഹാഫ് ചാൻസുകളൊക്കെ ആർസണൽ ക്രിയേറ്റ് ചെയ്തു. കായ് ഹവേർട്സിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അറ്റാക്കിംഗ് വൈസ് കൂടുതൽ ത്രെറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സെക്കൻഡ് ഹാഫിന്റെ അവസാന ഘട്ടത്തിൽ ആർസണലിന് കഴിയാതെ പോയി. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ന്യൂകാസിലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ആർസണൽ ഫാൻസ് ഒക്കെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വിടുന്നുണ്ട്. ആർട്ടറ്റ എയിം ചെയ്യേണ്ട ഒരു ഡൊമസ്റ്റിക് കപ്പ് കൈവിട്ടു പോയതിന്റെ ഒരു നിരാശയാണ് നമ്മൾ കാണുന്നത്. ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതെങ്കിലും ഒരു കപ്പ് പിടിച്ചു നിർത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. നാളെ ലിവർപൂൾ സ്പേഴ്സുമായിട്ടുള്ള രണ്ടാമത്തെ സെമി ഫൈനൽ നടക്കാൻ പോവുകയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.